ഒരുപാട് നാളത്തെ കാത്തിരിപ്പാണ്. പ്രത്യേകിച്ച് എൻ്റെ മലപ്പുറത്ത് വലിയ രീതിയിലുള്ള ലഹരി മാഫിയ കൈയടക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ എൻ്റെ നാട്ടിൽ അന്വേഷിക്കുമ്പോൾ പോലും ചെറിയ മക്കൾ വരെ ലഹരിക്ക് അടിമകളായിട്ടിരിക്കുകയാണ്. മാതാപിതാക്കൾക്ക് സ്വന്തം മക്കളോട് ദേഷ്യപ്പെടാൻ പോലും കേരളത്തിൽ പേടിയാണ്. കാരണം എന്താണ് ഇവന്മാർ അടിച്ചു കയറ്റിയിരിക്കണമെന്നൊരു ഐഡിയയും കിട്ടൂല. അങ്ങനെ ഒരു ഐഡിയയും കിട്ടാത്ത അമ്മമാർ അച്ഛന്മാർ ഇവരോട് ചൂടായിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ മക്കളുടെ നിന്ന് ഇവർ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ തന്നെ വായിക്കണല്ലേ. സ്വന്തം മക്കളെ പോലും ഭയന്ന് ജീവിക്കേണ്ട ഗതികേടിലോട്ട് കേരളം പോകുന്ന സമയത്താണ് ഈ പറയുന്ന CPM-ൻ്റെ ഭരണം ഇവിടെ നഷ്ടമായത്. സത്യം പറയല്ലോ, ഇടതുപക്ഷം കമ്മ്യൂണിസം എന്നൊക്കെ പറയുന്നത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാവണം. ആ ജനങ്ങളുടെ നന്മയെ വിട്ടിട്ട് ജനങ്ങൾക്കുണ്ടാവുന്ന തിന്മയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് 10 വർഷം ഇവിടെ പിണറായി വിജയൻ ഭരിച്ചത്. ഉള്ള കാര്യം പറയാലോ. പാർട്ടി സഖാക്കന്മാർ മുതൽ ഇങ്ങോട്ട് ലഹരി മാഫിയായി മാറിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്നാൽ നല്ലവരുണ്ട് ഈ കൂട്ടത്തിൽ, ഇഷ്ടംപോലെ നല്ലവരുണ്ട്. ഇതൊക്കെ പിടിക്കപ്പെടണം അല്ലെങ്കിൽ ഇതൊക്കെ നശിപ്പിക്കണം എന്ന് വിചാരിക്കുന്ന സഖാക്കന്മാർ ഒരുപാടുണ്ട് കേരളത്തിൽ. പക്ഷേ അവർക്കൊന്നും ഒരു വിലയും ഇല്ലാണ്ടായി, അവരുടെ വാക്കിന് പോലും ഒരു വിലയില്ലാണ്ടായി. പക്ഷെ ഇന്ന് കോൺഗ്രസ് സർക്കാർ വന്നപ്പോൾ പുതുപ്പെണ്ണ് പുരപ്പുറം തൂക്കുമെന്നുള്ള ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും, അതല്ലാതിരിക്കട്ടെ, ആണെങ്കിൽ പോലും ചെയ്യുന്ന ഈ പ്രവൃത്തി ഒരുപാട് അമ്മമാർക്കും അച്ഛന്മാർക്കും ആശ്വാസം ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾ ആദ്യം കണ്ട കാഴ്ച എൻ്റെ മലപ്പുറം ജില്ലയിൽ പിടിക്കപ്പെട്ട ലഹരി പദാർത്ഥങ്ങളാണ്. മലപ്പുറം ജില്ലയുടെ ഗ്രാമപ്രദേശങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ പോലും നിങ്ങൾക്ക് മനസ്സിലാവും അവിടുത്തെ ലഹരി മാഫിയകൾ എങ്ങനെയാണ് ഈ കുട്ടികളെ നശിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന്. പഴയ പോലൊന്നുമില്ല. നമുക്ക് പോയിടാ നീ എന്താ ചെയ്യണത്, നീ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല. ഇപ്പോൾ പറഞ്ഞാൽ ഗ്യാങ്ങായിട്ട് വരികയാണ്, കത്തിയും കുടുവാൾ എടുത്തിട്ട്. അപ്പോൾ സ്വന്തം കുടുംബം നോക്കേണ്ട ആൾക്കാർ ഇവരെ ഉപദേശിക്കാൻ പോകണില്ല. അപ്പോൾ അങ്ങനെ ഉപദേശിച്ച് കഴിഞ്ഞാൽ ഇവന്മാർ വട്ടം മുട്ടി കൊട്ടേഷൻ എടുക്കണ പോലെ വരുന്നത്. ഇവന്മാർ വെട്ടാനും കുത്താനും ചീറി ഇങ്ങനെ വരിക മേത്തോട്ട്, ഒന്നും ഒരാൾക്കും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ആവുന്നൊരു സിറ്റുവേഷൻ നമ്മുടെ നാട്ടിൽ ഭയങ്കര ഭയാനകമായിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു. നിങ്ങൾക്ക് തന്നെ അറിയാം, ഓരോരുത്തർ ലഹരി അടിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, തെരുവുകളിൽ കാണിക്കുന്ന കൂത്ത് ഇല്ലേ, നിങ്ങൾ കാണുന്നില്ലേ? കുഞ്ഞു പിള്ളേർ വരെ ഒരുത്തനെ കിട്ടിട്ട് 10-15 പേര് അടിക്കുന്ന അടി, ഇതൊക്കെ പച്ചയ്ക്കാണെന്ന് വിചാരിച്ചിരിക്കണേ. സ്കൂളുകളിൽ, കോളേജുകളിൽ, എല്ലായിടങ്ങളിലും ലഹരി, ആവശ്യത്തിലേറെയും ലഹരി. ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു പ്രവൃത്തി കണ്ണിന് കുളിരേകുന്നതാണ്. ഒരുപാട് അമ്മമാർക്ക് കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകുന്നൊരു കാഴ്ചയാണത്. എന്തായാലും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വലിയൊരു കാര്യമാണ് നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ സാർ ചെയ്തിട്ടുള്ളത്. രാഷ്ട്രീയപരമായിട്ടൊക്കെ എതിർപ്പുകളൊക്കെ ഉണ്ട് നമ്മൾ തമ്മിൽ. പക്ഷെ നിങ്ങളിപ്പോൾ ചെയ്ത സാധനം അത് നിങ്ങൾ 5 വർഷം തുടർന്ന് ചെയ്യുകയാണെങ്കിൽ ഈ കേരളം കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് പോവില്ല. ഞാൻ ഉള്ള കാര്യം പറയാം, പോകാൻ പറ്റൂല. ഇനി ആര് എത്ര കാലകുത്തി പറഞ്ഞാലും കോൺഗ്രസിൻ്റെ കയ്യിൽ ഭരണം ഭദ്രമായിരിക്കും. കാരണം എന്താ പറയുക, ഇവിടുത്തെ ആളുകൾക്ക് ആവശ്യം ഇതാണ്, ഈ ലഹരി ഇതിനെ ഒഴിവാക്കുക. നാട്ടിൽ കാണാൻ പാടില്ല ഈ സാധനം. എന്തൊക്കെ ഐറ്റം സാധനങ്ങളാണെന്ന് അറിയാം വന്നിരിക്കുന്നത് നാട്ടിൽ. ഇതൊക്കെ ചിന്തിച്ച തല പോഞ്ഞു പോകും. കൊളംബിയ എന്നൊക്കെ കേട്ടില്ല നിങ്ങൾ? അതിലും വലിയ കഷ്ടത്തിലോട്ടാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഭീകരമായിട്ടുള്ള അവസ്ഥ. അതിൽ നിന്നും മുക്തമാക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെയൊക്കെ മക്കൾ വളർന്നു വരിക. എങ്ങനെ നിങ്ങളൊക്കെ ട്രാപ്പിലാണോ എന്നൊരു ഐഡിയയും കിട്ടുന്നില്ല. പേടിച്ചിട്ടാണ് മനുഷ്യന്മാർക്ക്. പെൺകുട്ടികൾ ആൺകുട്ടികളെ കണക്കില്ലെന്നേ. 2 ദിവസം മുമ്പാണ് ഞാൻ ഈ കൊച്ചിയിൽ നിൽക്കുന്ന സമയത്ത് ഒരു 12 മണിയാകുമ്പോൾ ഒരു ആൺകുട്ടി പെൺകുട്ടിയുടെ ബൈക്കിന് അവരെന്താ പറയണമെന്ന് അവർക്ക് തന്നെ ബോധമല്ല. അത്ര ഉറക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സ്വബോധത്തിലുള്ള ആൾക്കാർ ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്താ പറയുക കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞെട്ടിപ്പോവാണ് കേരളത്തിൻ്റെ അവസ്ഥ കണ്ടിട്ട്. അതിന്നൊരു മാറ്റം വരുത്താൻ കോൺഗ്രസ്സിന് സാധിക്കുമെങ്കിൽ VD സതീശൻ സാറേ കാല് തൊട്ട് ഞാൻ നമസ്കരിക്കും, സത്യം. കാരണം നമ്മുടെ ആവശ്യം അതായിരുന്നു. ഇത് ഒഴിവാക്കുക, ഈ നാട്ടിൽ നിന്ന് ഇല്ലാണ്ടാക്കുക, ഈ ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേരെ എന്താ പറയുക അതിൽ നിന്നൊന്ന് മുക്തമാക്കുക. അത് കിട്ടാതിരിക്കുമ്പോൾ താനെ നിന്നോളും. ചെക്ക് പോസ്റ്റുകൾ നിങ്ങൾ സ്ട്രോങ് ആക്കുക. അതിർത്തികളിലാണ് ഈ സാധനം, അതിർത്തി വഴി കടന്നു വരുന്നത്. ഒരു വണ്ടി പോലും സ്ക്രീനിങ് ഇല്ലാണ്ട് വിടരുത്. നമ്മുടെ ഈ പറഞ്ഞ എന്താ പറയുക DP വേൾഡിലൊക്കെ സ്കാനിങ് ഉണ്ട്, അതുപോലത്തെ സ്കാനിങ് സെറ്റ് ചെയ്യണം. ഇപ്പോൾ ഈ ദുബായ്, ബഹ്റൈൻ, സൗദി ബോർഡറിലൊക്കെ ചെക്ക് പോസ്റ്റുകളിൽ കാണാം സ്ക്രീനിങ് ഉണ്ടാവും. വണ്ടി ഇങ്ങനെ സ്ക്രീനിങ്ങിൽ കയറ്റിയിട്ടാണ് വിടുക. എന്തുണ്ടെങ്കിലും അവിടെ നിന്ന് കാണിക്കും. ആ വണ്ടിയിൽ വെച്ചിട്ട് പോകാൻ പറ്റില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാക്കണം ഇവിടുത്തെ ഓരോ ബോർഡർ കയറുന്നിടത്ത് അത് കൂടെ വണ്ടി പോകാൻ പാടുള്ളൂ. ആ സ്ക്രീനിങ്ങിൽ കഴിഞ്ഞിട്ട് വണ്ടി പോകാൻ പാടുള്ളൂ എന്ന് പറയണം. ആ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. അതിന് ചിലപ്പോൾ നിങ്ങളുടെ ഒരു 10-500 കോടി നഷ്ടമായിരിക്കും. പൊക്കോട്ടെ സാറേ, ഈ തലമുറയ്ക്ക് വേണ്ടിയില്ല, പൊക്കോട്ടെ. 500 കോടിയിൽ 1000 കോടി നിങ്ങൾ മുടക്ക്.
എല്ലാ ബോർഡറിലും സ്ക്രീനിങ് നടത്തണം. ഒരു വണ്ടിയിലൊരു സാധനം പോരരുത് ലഹരി. അങ്ങനെ നിങ്ങൾക്ക് പിടിച്ചു കെട്ടാൻ പറ്റുമെങ്കിൽ നന്ദിയോടുകൂടി ഈ കേരളത്തിലെ ജനങ്ങൾ താങ്കളോടും താങ്കളുടെ കുടുംബത്തോടും താങ്കളുടെ പാർട്ടിയോടും എന്നും കടപ്പെട്ടിരിക്കും. നന്ദിയോടുകൂടി മാത്രമേ നിങ്ങൾ ഓർക്കൂ. ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. അത് വലിയ ചെയ്ത്തായിരിക്കും.